കിടന്ന് കൂവിയിട്ട് എന്താ കാര്യം? ആദ്യമേ ഓർക്കണമായിരുന്നു. വർഷങ്ങളായി ഭീകരരെ പോറ്റി ഇന്ത്യ വിരുദ്ധത പഠിപ്പിച്ച് ഇന്ത്യയുടെ മണ്ണിലേക്ക് വിട്ടവന്മാർ ഇപ്പോൾ ഇരുന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം? ഇന്ത്യ തുറന്നുവിട്ട ജലയുദ്ധത്തിൽ ബുദ്ധിമുട്ടുകയാണ് പാകിസ്ഥാൻ എന്ന് തുറന്നു പറയുന്ന പാകിസ്ഥാൻ ആദ്യം അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദം തന്നെയാണ്. സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഒക്കെ തകർന്നു നിൽക്കുമ്പോഴും അവരെ സംരക്ഷിക്കാൻ കാണിക്കുന്ന മനസ്സിനെ ഈ ലോകം വല്ലാതെ കാണുന്നുണ്ട്. പാകിസ്ഥാനിലെ ഭരണാധികാരികളും പട്ടാളവും തന്നെയല്ലേ തീവ്രവാദത്തിന് രാജ്യത്തെ ബലിയർപ്പിച്ചത്? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനിലെ 24 കോടി ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിനിധി ഉസ്മാൻ ജാദോൺ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഈ തീരുമാനം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ പാകിസ്ഥാൻ പ്രതിനിധി ഉസ്മാൻ ജാദോൺ പറഞ്ഞത്. ഞങ്ങൾ ഇതിനെ ശക്തമായി അപലപിക്കുന്നു. നദീജലം തടയുകയോ വഴിതിരിച്ചു വിടുകയോ പോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ദശലക്ഷക്കണക്കിന് പാകിസ്ഥാൻ ജനതയുടെ ജീവരേഖയാണ് ഈ നദികൾ. ഉസ്മാൻ ജാദോൺ പറഞ്ഞത് ഇങ്ങനെയാണ്. വെള്ളം ആയുധമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ലോകത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. വലിയ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും സമയബന്ധിതമായി നടപടികൾ സ്വീകരിക്കണമെന്നും പാകിസ്ഥാൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടത്തിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. ഇതിനിടെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന ധനസഹായം തുടരുന്നത് ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുമുണ്ട്. ജൂണിൽ ലോകബാങ്കുമായുള്ള കൂടിക്കാഴ്ചയും ആഗോള ഭീകരവിരുദ്ധ ധനസഹായ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ തിരികെ ഉൾപ്പെടുത്തുന്നതിനുള്ള ചർച്ചയും ഉൾപ്പെടുന്ന ഒരു ദ്വിമുഖ സമീപനം ഉണ്ടാകുമെന്ന് കേന്ദ്രവുമായുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ജനുവരിയിൽ അംഗീകരിച്ച സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്കും കാലാവസ്ഥാ പ്രതിരോധത്തിനും വേണ്ടിയുള്ള 10 വർഷത്തെ $20 ബില്യൺ വായ്പാ കരാർ ലോകബാങ്ക് വേഗത്തിലാക്കണമെന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾക്കിടെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുള്ള ഇത്തരത്തിലുള്ള ഒരു നീക്കം. ഇതിനിടെ ദിവസങ്ങൾക്ക് മുൻപ് അന്താരാഷ്ട്ര നാണയനിധി $1 ബില്യൺ രക്ഷാ പദ്ധതിക്ക് പാകിസ്ഥാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. $2.3 മില്യൺ പുതിയ ഗഡു ലഭിക്കുന്നതിന് പാകിസ്ഥാൻ ആവശ്യമായ എല്ലാ ലക്ഷ്യങ്ങളും നേടിയിട്ടുണ്ടെന്നായിരുന്നു IMFന്റെ വാദം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ സൈന്യത്തിന്റെ സൈനിക നടപടികൾക്കും ശേഷം അന്താരാഷ്ട്ര ഏജൻസികൾ പാകിസ്ഥാനിലേക്ക് കോടികളുടെ സഹായം കൈമാറാൻ തീരുമാനിച്ചതിൽ ഇന്ത്യൻ സർക്കാർ നേരത്തെ തന്നെ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ട് IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർവയോട് സംസാരിച്ചതായും പാകിസ്ഥാനുള്ള ഒരു സാമ്പത്തിക സഹായവും അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടതായും വൃത്തങ്ങൾ അറിയിച്ചു. IMFൽ നിന്ന് സഹായം ലഭിച്ചതിനു ശേഷം പാകിസ്ഥാന്റെ ആയുധ സംഭരണത്തിൽ വർധനവുണ്ടായതായി മുൻ വർഷങ്ങളിലെ ഡാറ്റ സൂചിപ്പിക്കുന്നതായി ഇന്ത്യൻ സർക്കാർ IMFനെ അറിയിച്ചതായും കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ഇന്ത്യയിലെ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണം നടത്തുന്നതിനിടെയാണ് IMF ഫണ്ട് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറ്റ് അംഗരാജ്യങ്ങളിൽ പലതും പാകിസ്ഥാനെ അപലപിച്ചിട്ടും IMF അത് കണ്ടിട്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. ഇന്ത്യ തകർത്തെറിഞ്ഞ ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങളും പരിശീലന ക്യാമ്പുകളും പുനർനിർമ്മിക്കുന്നതിന് തങ്ങൾക്ക് ലഭിക്കുന്ന പണം ചെലവഴിക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു. ഇനിയും ധനസഹായവുമായി പാകിസ്ഥാന് പണം നൽകരുതെന്ന് IMFനും മറ്റ് അന്താരാഷ്ട്ര ധനസഹായ സ്ഥാപനങ്ങൾക്കും ഇന്ത്യ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, വിദ്യാഭ്യാസത്തിനോ ആരോഗ്യ സംരക്ഷണത്തിനോ വേണ്ടി പാകിസ്ഥാൻ ചെലവഴിക്കുന്ന 14 കോടി രൂപ വരെയുള്ള നികുതി വരുമാനം മസൂദ് അസറിന് നൽകാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ടെന്നും ഇന്ത്യൻ അന്താരാഷ്ട്ര ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി അംഗീകരിച്ചിട്ടുള്ള അസർ 2019 പുൽവാമ, 2016 ഉറി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച നിരോധിത ജെയ്ഷ ഇ മുഹമ്മദിന്റെ നേതാവാണ്. അതേസമയം ഭീകരതയ്ക്കും കള്ളപ്പണം വെളുപ്പിക്കലിനും ധനസഹായം നൽകുന്നതിനെക്കുറിച്ചുള്ള ആഗോള നിരീക്ഷണ സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ FATF 2018 പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും 2022 ആയപ്പോഴേക്കും ആ പട്ടികയിൽ നിന്ന് പാകിസ്ഥാന് നീക്കം ചെയ്യുകയായിരുന്നു. പാക് സർക്കാർ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ സംവിധാനത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും തീവ്രവാദ ധനസഹായം തടയുന്നതിലും സാങ്കേതിക പോരായ്മകൾ പരിഹരിക്കുന്നതിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുമുള്ള വാദങ്ങളാണ് FATF നിരത്തുന്നത്.
FATF-ലെ 40 അംഗങ്ങളിൽ ഒന്നായ ഇന്ത്യ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും അവരുടെ സംഘടനകൾക്ക് ധനസഹായം നൽകുകയും ചെയ്യുന്നത് തുടരുകയാണെന്നും ഇന്ത്യ പറയുന്നു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിലും ഈ വിഷയം ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ബാഹ്യ ധനസഹായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വിദേശ നാണയ കരുതൽ ശേഖരം ശക്തിപ്പെടുത്തുന്നതിനുമായി പാക് സർക്കാർ അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്ന് $4.9 ബില്യൺ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തെ ഒട്ടാകെ ഇന്ന് ഭയപ്പെടുത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ ഇന്നും തുടരുന്ന തീവ്രവാദമായിട്ടുള്ള ബന്ധം തന്നെയാണ്. പാകിസ്ഥാൻ തീവ്രവാദവുമായുള്ള ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിന് നിരന്തരമായ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സൈന്യവും സർക്കാരും വിവിധ ഭീകര സംഘടനകൾക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഗണ്യമായ തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധവുമായിട്ടുള്ള ചരിത്രപരവും സമകാലികവുമായ വശങ്ങളാണ് ഇനി പറയുന്നത്. പ്രധാന സംഭവങ്ങളും അത്തരം ബന്ധങ്ങളുടെ പ്രത്യാഘാതങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട് ഇതിലൂടെ. 1980-കളിലെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്താണ് പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകി തുടങ്ങുന്നത്. പിന്നീട് താലിബാനും അൽ ഖ്വയ്ദയുമായി പരിണമിച്ച ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള മുജാഹിദീൻ പോരാളികളെ പരിശീലിപ്പിക്കുന്നതിനും ആയുധങ്ങൾ നൽകുന്നതിലും പാകിസ്ഥാനെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കാലയളവിൽ ഒസാമ ബിൻ ലാദനെയും താലിബാനെയും പോലെയുള്ള വ്യക്തികളെ പാകിസ്ഥാൻ ആകട്ടെ ഹീറോകളായിട്ടാണ് കണക്കാക്കിയിരുന്നെന്ന് മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് സമ്മതിക്കുന്നുണ്ട്. ഇത് ഈ ഘടകങ്ങളോടുള്ള രാജ്യത്തിന്റെ അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1980-കളുടെ അവസാനത്തിൽ പാകിസ്ഥാൻ ഓപ്പറേഷൻ ടുപാക് ആരംഭിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിലെ കലാപത്തെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടുള്ള ഒരു രഹസ്യ ഓപ്പറേഷനാണ് ഇത്. മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വിഘടനവാദ തീവ്രവാദികൾക്ക് ആയുധങ്ങൾ, പരിശീലനം, സാമ്പത്തിക സഹായം എന്നിവ നൽകുന്നതായിരുന്നു ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം പോലും. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയെ സമീപകാല സംഭവങ്ങൾ കൂടുതൽ ശരിവെക്കുന്നത് തന്നെയാണ്. 2025 മെയ് മാസത്തിൽ ഇന്ത്യ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാകിസ്ഥാൻ ഭീകരതയുടെ സ്പോൺസർ ആണെന്ന് ആരോപിക്കുന്നുണ്ട്. ഇന്ത്യൻ സിവിലിയൻ സൈനിക മേഖലകൾക്കെതിരായ ആക്രമണങ്ങൾ, അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാൻ പങ്കാളിയാണെന്ന് തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ആഗോള ഭീകരതയിൽ പാകിസ്ഥാന്റെ കേന്ദ്ര പങ്ക് എടുത്തു കാണിക്കുന്ന ഒരു രേഖ ബഹുകക്ഷി ഇന്ത്യൻ പ്രതിനിധി സംഘം അമേരിക്കയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അബോട്ടാബാദിൽ ഒസാമ ബിൻ ലാദന് അഭയം നൽകിയതുൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായുള്ള പാകിസ്ഥാന്റെ ചരിത്രപരമായ ബന്ധങ്ങളെ രേഖ എടുത്തു കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ന്യൂഡൽഹിയിൽ നയതന്ത്ര സംരക്ഷണത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അന്വേഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിസ ഉദ്യോഗസ്ഥരായി വേഷമിട്ട ഏജന്റുമാർ സൈനിക സ്ഥാപനങ്ങളെയും അതുപോലെ സെൻസിറ്റീവ് ഇൻഫ്രാസ്ട്രക്ചറുകളെയും കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി വ്യക്തികളെ കൃത്രിമമായി കൈകാര്യം ചെയ്തു അത്രേ. ഇത് പാകിസ്ഥാന്റെ രഹസ്യ പ്രവർത്തനങ്ങളുടെ ആഴം കാണിക്കുന്ന റിപ്പോർട്ടാണ്. ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയിൽ അന്താരാഷ്ട്ര സമൂഹം പലതവണ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ലഷ്കർ-ഇ-തൊയ്ബ, ജയ്ഷ-ഇ-മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾക്കെതിരെ നിർണായക നടപടി സ്വീകരിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭീകരതയെക്കുറിച്ചുള്ള രാജ്യത്തെ റിപ്പോർട്ടിൽ നിരന്തരം സംസാരിക്കുന്നുണ്ട്. രണ്ടും ഇന്ത്യയിൽ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളുമാണ് എന്നതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ പാകിസ്ഥാനിലെ US സൈനിക സഹായത്തെക്കുറിച്ചും തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ സംബന്ധിച്ച് പാകിസ്ഥാന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഭിപ്രായപ്പെട്ടു. ഹഖാനി ശൃംഖലയ്ക്കും അഫ്ഗാൻ താലിബാനും പിന്തുണ നൽകുന്നത് ഉൾപ്പെടെയുള്ള തന്ത്രപരമായ താൽപ്പര്യങ്ങൾ നിലനിർത്തുന്നതിനായി ചൈന, സൗദി അറേബ്യ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ സഹായം നേടുന്നത് തുടരുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ നൽകുന്ന നിരന്തരമായ പിന്തുണ പ്രാദേശിക, ആഗോള സുരക്ഷയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തീവ്രവാദത്തിനെതിരെ പോരാടാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ദക്ഷിണേഷ്യയിൽ അസ്ഥിരത വളർത്തുകയും ചെയ്യുന്നതാണ് രാജ്യത്തിന്റെ ഇത്തരം ഇടപെടൽ. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം ബഹുമുഖ സമീപനം സ്വീകരിക്കുക തന്നെ വേണം. നയതന്ത്ര സമ്മർദ്ദമാണ് അതിൽ പ്രധാനപ്പെട്ടത്. തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ നിർത്താൻ രാജ്യങ്ങൾ പാകിസ്ഥാനിൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുക തന്നെ വേണം. അടുത്തത് സാമ്പത്തിക ഉപരോധങ്ങളാണ്. തീവ്രവാദം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ ഒരു പ്രതിരോധമായി വർത്തിക്കുക തന്നെ ചെയ്യും. അടുത്തത് അന്താരാഷ്ട്ര സഹകരണമാണ്. പാകിസ്ഥാൻ
പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന തീവ്രവാദ ശൃംഖലകൾ തകർക്കാൻ മെച്ചപ്പെട്ട ഇന്റലിജൻസ് പങ്കിടലും സഹകരണപരമായ ഭീകരവിരുദ്ധ ശ്രമങ്ങളും അത്യാവശ്യമാണ്. നിരീക്ഷണവും ഉത്തരവാദിത്വവും എന്തൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും തീവ്രവാദ സംഘടനകൾക്ക് നൽകുന്ന ഏതൊരു പിന്തുണയും അതിനെ ഉത്തരവാദിയാക്കുകയും വേണം. പാകിസ്ഥാന്റെ ചരിത്രപരവും തുടർച്ചയായതുമായ തീവ്രവാദ പിന്തുണ പ്രാദേശിക സ്ഥിരതയ്ക്കും അതുപോലെ ആഗോള സുരക്ഷയ്ക്കും ഒരു പ്രധാന ഭീഷണി ഉയർത്തുന്നതാണ്. ഈ വെല്ലുവിളിയെ നേരിടുന്നതിന് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ അസന്ദിഗ്ധമായി അപലപിക്കുകയും ഫലപ്രദമായി നേരിടുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് യോജിച്ച ശ്രമങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, പാകിസ്ഥാൻ എങ്ങനെയാണ് തീവ്രവാദത്തിൽ നിന്ന് മുക്തമാവുക? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.